ഹലോ ഗൈസ്, ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് 2 പാർട്ട് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ റൂട്ട് വന്നത് നന്നായി തോന്നുന്നു. കാരണം വരുന്ന വഴിയിലാണെങ്കിൽ വേറെ ഫോർ ലൈൻ റോഡുണ്ട്. അതിന് പൊരിഞ്ഞ വെയിലൊക്കെ ആവും. ഇത് 1 ലൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഗൂഗിൾ മാപ്പിൽ കാണിച്ച റൂട്ട് ഇത് തന്നെയാണ്. അല്ല, ഞാനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതല്ല. എന്നാൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ റോട്ടിൽ കൂടെ വരണ്ടെന്നുള്ള പ്ലാനാണെങ്കിൽ അതിൽ കൂടെ പോയിരുന്നെങ്കിൽ ആകെ ബോറായേനെ. നല്ല വെയിലും വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ടൗണിൽ കൂടെയൊക്കെ തന്നെ ആവും. ഇതായപ്പോൾ വലിയ എന്താ പറയുക, നല്ല വില്ലേജിൽ കൂടെയും അങ്ങനെ വലിയ സ്പീഡൊന്നും ഇല്ലാതെ 40-50 ഉള്ളിൽ ആ ഒരു സ്പീഡിൽ മാത്രം വണ്ടി ഓടിച്ച് മെല്ലെ പോവുകയാണ്. ഇപ്പോൾ ഇതാ വേറൊരു സ്ഥലത്തെത്താറായി. ഈ സ്ഥലത്തിൻ്റെ പേര് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? കൊച്ചുടുന. അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു പമ്പുണ്ട്, വീടുകൾ, അവിടെ ഒരു പള്ളി. ഇവിടെ പള്ളി എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? പഞ്ചാബികളുടെ അവർ സിഖ് മതമല്ലേ, അവർക്ക് മന്ദിറല്ലേ, അതാവാനാണ് സാധ്യത. അപ്പോൾ അവിടെ ഒരു മന്ദിറുണ്ട്, മസ്ജിദല്ല. എന്താ മന്ദിറാണ് ഇത്. ചെറിയൊരു അങ്ങാടി. കൊള്ളാം. അങ്ങനെ ഒന്ന് സൈഡാക്കിട്ടോ, നല്ലൊരു മരത്തിൻ്റെ അവിടെ. ഇവിടെ ഈ പോകുന്ന ട്രാക്ടറിൻ്റെ ഉള്ളിലൊക്കെ വലിയ സ്പീക്കറുകൾ ഉണ്ടാവും. ഒരു ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടേ പോവുക. ഇതിൽ പാട്ട് വെച്ചിട്ടില്ല. പിന്നെ പാട്ട് വെക്കുന്ന ട്രാക്ടർ ഞാൻ എടുക്കാതിരുന്നു. പാട്ട് വല്ല കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടാകണ്ടല്ലോ വെച്ചിട്ട്. ഒട്ടുമിക്ക ട്രാക്ടറിലും വലിയ സ്പീക്കർ ഉണ്ടാവും. അവർ ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ചില്ലായിട്ട് പോവുക. അങ്ങനെ ഇവിടെ ഒരു ആൽമരമല്ല, ഒരു മരത്തിൻ്റെ തറ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അതൊക്കെ വീടാണ്, അപ്പോഴത്തേക്ക് അത് കൃഷി. അങ്ങനെ ആ നാട്ടു റോട്ടിലൂടെ നേരെ സിറ്റി റോട്ടിലേക്ക് ചാടിയിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഉച്ച നേരമാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു തിരക്കൊക്കെ ഉള്ള ഒരു ടൗണാണിത്. അങ്ങനെ ആ ടൗണ് കഴിഞ്ഞ് മുന്നോട്ട് വിശക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. 2 ദിവസം മുന്നത്തെ അനുഭവമൊക്കെ അങ്ങനെയായി. നമുക്ക് എപ്പോൾ വിശപ്പ് തോന്നുന്നതോ അപ്പോൾ ഫില്ല് ചെയ്യണം, ഇല്ലെങ്കിൽ പണിയാണ്. ഇവിടെ പ്രൈവറ്റ് ബസ്സൊക്കെ പലതരം കളറിൽ തന്നെയാണ്, നമ്മളവിടുത്തെ പോലെ നീല മാത്രമല്ല. അങ്ങനൊരു നിയമമൊന്നുമില്ല ഇവിടെ. ഗവൺമെൻറ് പറയുന്ന നിയമം പ്രൈവറ്റ് ബസ്സിന് അതില്ല. അങ്ങനെ ഇതാ കുറച്ച് ദൂരം കൂടി വന്ന് സമയം ഇപ്പോൾ 12:30 മണിയായിട്ടാണ്. ഇനി ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ടാണ് അമൃത്സർ. 178 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ആ റൗണ്ടിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്യണം. അങ്ങനെയാണ് അമൃത്സർ ബൈപ്പാസ് ഉള്ളത്. അപ്പോൾ ആ ഒരു റൂട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്തായാലും ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് കിട്ടിയാൽ ഫുഡ് കഴിക്കും. പിന്നെ കുറച്ചൊന്ന് സൈഡാക്കും, നട്ടുച്ച നേരമല്ലേ. എന്തായാലും ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം.
അങ്ങനെ 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 ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണമെന്നോ. ജലന്ധർ 132 കിലോമീറ്റർ. ഈ വഴി ജലന്ധറും പോകാൻ പറ്റും. പിന്നെ മോഗ എന്നുള്ള സ്ഥലം അത് 55 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ അമൃത്സർ റൂട്ട് ഇവിടുന്ന് 163 കിലോമീറ്റർ ആണ് അമൃത്സറിലേക്കുള്ളത്. ഇപ്പോൾ സമയം 1:30 മണിയായി. ഞാൻ ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്ന സമയത്തൊന്നും ഒറ്റ ഹോട്ടൽ കാണില്ല. അങ്ങനെ ഒരു പട്ടിക്കാട്ടിലാവും ഞാൻ എത്തിയിട്ടുണ്ടാവുക. കൂടുതൽ അങ്ങനെ തന്നെയാവും. അതങ്ങനെയല്ലേ വരുള്ളൂ. എന്തായാലും അടുത്തത് ഏത് ഒരു ഹോട്ടലിൽ കാണുന്നു, വെജിറ്റേറിയൻ ആണെങ്കിൽ ശരി, നോൺ വെജ് ആണെങ്കിൽ ശരി, എന്താണെങ്കിൽ ശരി, അവിടെ എന്തെങ്കിലും നൈസായിട്ട് കഴിക്കുന്നു. പിന്നെ ഈ നട്ടുച്ച വെയിൽ ഒന്ന് കുറയുന്നത് വരെ ഒന്ന് സൈഡാക്കുന്നു, എവിടെയെങ്കിലും കിടക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. മൽഹി വൈഷ്ണോ ദബ്ബ ഒന്നും നോക്കണ്ട. അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ചെറുതായിട്ട് കഴിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ശരിയാവില്ല. രണ്ട് റൊട്ടിയും വാങ്ങി, പയറുകറിയും വാങ്ങി. ഓക്കേ, അവിടുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് മല്യാൻ ടോൾ പ്ലാസയുടെ അടുത്തായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഞ്ചാബിലെ മല്യാൻ ടോൾ പ്ലാസ ടോൾ അവിടെയാണ്. അപ്പം ഞാനിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ 1 മണിക്കൂർ റെസ്റ്റൊക്കെ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് സൈഡാക്കിയതാണ്. ഇവിടെ കണ്ടില്ലേ പാടം, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടില്ല. അവിടെയൊക്കെ ആയിട്ട് ചോളം. ഇത് എനിക്ക് തോന്നുന്നു ഗോതമ്പ് തന്നെയാണ്. കാരണം ഈ നേരത്തെ തോന്നുന്നു അത് ഞാറുനടലും ഒക്കെ സംഭവങ്ങളൊക്കെ. ഇവിടെ കൂടുതലും ഗോതമ്പല്ലേ. പിന്നെ ചോളം. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇവിടുന്ന് പോകുവാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ചും കൂടി ദൂരം വന്ന് നമ്മൾ ഇതാ വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ബിലാസ്പൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ബിലാസ്പൂർ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതാ സൈഡാക്കിയപ്പോൾ ഒരു സായാഹ്ന, ഇത് റൈസാണ് കേട്ടോ. വലിയൊരു പാടം, സൂര്യൻ അസ്തമയമാവാറായി. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാനങ്ങനെ സൈഡാക്കിയത്. അത് അവിടെ ഒരു വീട് നോക്ക്, വീട് വീട് വീട്. ഇത് കഴിഞ്ഞിട്ടാണ് അവർ ഗോതമ്പ് അതിൻ്റെ കൃഷി തുടങ്ങുക. ഇപ്പോൾ റൈസിൻ്റെയാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാനിവിടെ സൈഡാക്കി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ വൈകുന്നേരമായി. വൈകുന്നേരത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇന്ന് പിന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ ആണെങ്കിൽ ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല. മിഞ്ഞാന്നും ഇതേ അവസ്ഥ തന്നെ. ശരിക്കും എവിടെയെങ്കിലും സൈഡായിട്ട് ശരിക്കും നന്നായിട്ടൊന്ന് ഉറങ്ങണം, എന്നാലും ഒരു ഉഷാറുണ്ടാവുള്ളൂ.
ജലന്ധർ 94 കിലോമീറ്റർ, ലുധിയാന 79 കിലോമീറ്റർ, ഫിറോസ്പൂർ 74 കിലോമീറ്റർ. ഇവിടെ നിന്നുള്ള ദൂരമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ സർവീസ് റോഡിലേക്ക് ഇറങ്ങി. ഇവിടെ റൂം വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വലിയ നിർബന്ധമൊന്നുമില്ല, നോക്കാം. നമ്മളീ പറഞ്ഞ പോലെ ചിലവ് ഇങ്ങനെ കൂടും, അതാണ് പ്രശ്നം. ഈ ഭാഗത്ത് അങ്ങനെ ടൗൺ ഏരിയ ഒന്നുമല്ല, അതങ്ങനെ കുറേ ഉള്ളിൽ പോയിട്ടാണ് ടൗൺ ഏരിയ. ഇതൊക്കെ ചാണകം ഇങ്ങനെ ഉണ്ടയാക്കി വെച്ച് ഉണക്കാൻ വെച്ചിരിക്കുന്നത് ചാണകം തന്നെ. ഇതെന്തിനത് കത്തിക്കാനോ എന്തിനു എന്തോ ചെയ്യുമല്ലോ, ഞാൻ മറന്നുപോയി. എന്തോ ആവശ്യത്തിനാണത്. ഇവിടെ ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് ചാണകം. അത് കാണുന്നത് എന്താ? ചോളം തന്നെ അല്ലേ? അതെ, ചോളം. ഫുള്ള് കൃഷി തന്നെ ഇവിടെ മെയിൻ. അരി, ഗോതമ്പ്, ചോളം, അങ്ങനെയൊക്കെ. എന്താ അസ്തമയം, നല്ല വ്യൂ. റോട്ടിൽ നിന്നൊന്ന് സൈഡിലേക്ക് എടുത്തതാ. അസ്തമയം നോക്ക്. അയ്യോ, ഞാനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് നൈറ്റ് എനിക്ക് ഡ്രൈവ് ശരിയാവില്ല ഇന്ന്. നമ്മൾ നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നലത്തെ ഉറക്കവും ശരിയായില്ല, മിഞ്ഞാന്നത്തെ ഉറക്കവും ശരിയായില്ല. അപ്പോൾ നമുക്കത് റൂം നോക്കണം. നമ്മുടെ ബഡ്ജറ്റിനൊത്ത് കിട്ടണില്ല, അതാണ് പ്രശ്നം. 1600 ഇപ്പോൾ നേരത്തെ ചോദിച്ചു കൊടുത്ത്. അങ്ങനെ എന്തായാലും നോക്കി നോക്കട്ടെ, എന്താ ഇന്നത്തെ ലെവലിൽ ഒന്ന് കണ്ടറിയാം.
കുറേ കൂടി മുന്നേക്ക് വന്നിട്ട് ഇപ്പോൾ സമയം നോക്ക്. ഇപ്പോൾ സമയം എത്ര ആയിട്ടുണ്ടാവും ഈ ലൈറ്റ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? സമയം ഇപ്പോൾ 7:50 അതായത് 8 മണി ആവാറായി. പക്ഷെ ഇവിടെ ഇരുട്ടായിട്ടില്ല, കണ്ടില്ലേ? വെളിച്ചെണ്ണ കണ്ടില്ലേ? ഇതൊരു ബ്രിഡ്ജിൻ്റെ അവിടെയാണുള്ളത്. ഞാൻ അവിടെ നിന്ന് സൈഡാകാമെന്ന് വിചാരിക്കുന്നു. റൂം എടുക്കണോ പമ്പിലാണോ? പമ്പിലാണെങ്കിൽ ആ കട്ടയിൽ ടെൻറ്റ് വിരിക്കുമ്പോൾ ചൂടാവും. ഇന്നലെ അനുഭവം ഉള്ളത്, ഉറങ്ങാൻ പറ്റിയില്ല. മണ്ണിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്താണെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ അടുത്ത് നമ്മൾ പരിപാടി എന്താ വെച്ചാൽ സ്റ്റേ ചെയ്യാനുള്ളത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കലാപരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സമയം നോക്ക്, വെളിച്ചൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ 8 മണി ആവാറായി. 7:50, 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 8 മണി. നമ്മളുടെ അവിടെയൊക്കെ 8 മണിയൊക്കെ എന്തിട്ടാവും. ഓക്കേ, അങ്ങനെ മക്കളെ ഞാൻ അവിടുന്ന് കുറേ വന്ന് ഒരു 8-8:30 ആയപ്പോൾ കമൽക്കെ എന്നൊരു സ്ഥലത്ത് ഞാനൊരു പെട്രോൾ പമ്പിൽ ചെന്ന് ചോദിച്ചു നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരു പമ്പിൻ്റെ അവിടെയല്ല, അവിടെ നിന്ന് അങ്ങോട്ടൊരു വേറൊരു ബിൽഡിങ്ങിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ വയറിംഗ് വർക്കൊക്കെ കഴിഞ്ഞത്. ഫാനുണ്ട്, ഒരു സോഫ ഉണ്ട്. അപ്പോൾ അവിടെ കിടന്നു പറഞ്ഞു. നല്ല കുഴപ്പമില്ലാത്തൊരു സെറ്റിങ്സാണ്. കണ്ടേ, ഇവിടെ സോഫ ഉണ്ട്. അപ്പോൾ ഇവിടെ കിടന്നോ. പിന്നെ മേലെ ഫാനുണ്ട്. കുഴപ്പമില്ലാത്തൊരു സെറ്റിങ്സ് കിട്ടി. അതിനിടയ്ക്ക് ഞാനൊരു ഹോട്ടലിൻ്റെ അവിടെ ചോദിച്ചതാണ്, അവരുടെ പാർക്കിംഗ് ഏരിയയിൽ ടെൻ്റ് അടിച്ചോട്ടേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു 11 മണിക്ക് ക്ലോസ് ചെയ്യും ഷോപ്പ്, പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അവിടെ ടെൻ്റ് അടിക്കാൻ തന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഇങ്ങനെ വന്ന് അപ്പോഴാണ് ഈ വലിയൊരു പമ്പിൻ്റെ അവിടെ ചോദിച്ചത്. പമ്പ് അപ്പുറത്താണ്, ഇതിവിടെ വേറെ ഹോട്ടലാണ് തോന്നുന്നു. ഹോട്ടലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ. നമ്മൾ ജലന്ധർ അമൃത്സർ പോകുന്ന റൂട്ടാണിത്. കമൽക്കെ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നത്തെ ഉറക്കം ഇവിടെ. പിന്നെ ഫാനുണ്ട്, അതാണൊരു സമാധാനം. കഴിഞ്ഞ 2 ദിവസം വെന്ത് കിടക്കുകയായിരുന്നു രാത്രി, എന്നിട്ട് പോലും നല്ലപോലെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ. അപ്പോൾ നമുക്ക് നാളെ ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണ്, കേരള ടു ലഡാക്കിൻ്റെ ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്ക് യാത്രയുടെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.